സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കളെ കൃത്യമായ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു കേന്ദ്ര ബജറ്റിന്റെ ലക്ഷ്യമെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ആമ ഇഴയുന്നത് പോലെയാണ് ബി.ജെ.പിയുടെ വളർച്ച. ബി.ജെ.പി. സർക്കാർ വരട്ടെ, അപ്പോഴെല്ലാം എല്ലാം ശരിയാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ജി തന്നെ പറയുന്നത്. അതിന്റെ അർത്ഥം ബി.ജെ.പി. സർക്കാർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്രമെല്ലാം തരും എന്ന് കേന്ദ്രവും ബി.ജെ.പി. നേതാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു, കുറെ കാലമായി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ ലഭിച്ചു, തൃശ്ശൂരിൽ നിന്നൊരു MP ലഭിച്ചു. ഇതെല്ലാം വാസ്തവം തന്നെ. പക്ഷേ ഇതെല്ലാം കയ്യാലപ്പുറത്തെ തേങ്ങാ മാതിരിയാണ്. ഇതിനൊന്നും ഒരു സ്റ്റഡി ആകുന്നില്ല. ഒരു സ്ഥായിയായ വളർച്ച ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല. സ്ഥായിയായ വളർച്ച ഉണ്ടാക്കാൻ ബി.ജെ.പി. നേതാക്കൾ ശ്രമിക്കണം. ബി.ജെ.പി. നേതാക്കൾ ശ്രമിച്ചാലേ ബി.ജെ.പി. മന്ത്രിമാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തിന് തരാൻ ഞങ്ങൾ ഒരുക്കമുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതൃത്വത്തെ പഠിപ്പിക്കുകയായിരുന്നു ഈ ബജറ്റിലൂടെ. ആമ ഇഴയുന്നത് പോലെയാണ് ബി.ജെ.പി. വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ അവരിങ്ങനെ വളരെ വലിയ വേരോട്ടം നടത്തുന്നു, പെട്ടെന്ന് തന്നെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടത്തെറ്റാണ്. വേറൊന്നുമല്ല, ഔട്ട് ഷെയർ ഒരു ഇലക്ഷന് കിട്ടുന്നത് അടുത്ത ഇലക്ഷനിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. ബി.ജെ.പി. ഒരു വർഗീയ വിഷം കുത്തിവെക്കുന്ന പാർട്ടിയാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു. ന്യൂനപക്ഷത്തെ ഒരുമിച്ച് ചേർക്കാൻ ഏതെങ്കിലും ചില ആളുകളെയും കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെയും ഒപ്പം ചേർത്തതുകൊണ്ട് കാര്യമില്ല എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും അത് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ കുറെ ക്രിസ്ത്യാനികളെ പാർട്ടിയിൽ ചേർത്തതുകൊണ്ടോ ക്രിസ്ത്യാനികളെ പാർട്ടിയുടെ അമരത്ത് പിടിച്ചിരുത്തിയത് കൊണ്ടോ കാര്യങ്ങൾ പന്തിയാവുകയില്ല എന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം. ഇവിടെ നടക്കുന്നത് ശുദ്ധമായ ഉഡായിപ്പാണെന്നും കാശ് വെട്ടിക്കാൻ മാത്രമാണ് ബി.ജെ.പി. നേതാക്കൾ ശ്രമിക്കുന്നതെന്നുമുള്ള പരമാർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇക്കുറി ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് പോലും പല പദ്ധതികളും കേരളത്തിന് കൊടുക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ബി.ജെ.പി. നേതാക്കൾ ഇതോടുകൂടി ഒരു പാഠം പഠിച്ചാൽ, അവർ കുറച്ചുകൂടി ഒന്ന് ഉഷാറായി പരിശ്രമിച്ചാൽ കേരളം കുതിച്ചുയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.